യഹൂദ കുടുംബത്തില് ഒരു ആൺകുഞ്ഞു ജനിച്ചാൽ അത്യന്തം സന്തോഷമാണ്. ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. ഇപ്രകാരം അവിടെ എഴുതിയിരിക്കുന്നു, ഒരു വയസ്സുള്ള ആട്ടിൻ കുഞ്ഞിനെ കൊടുക്കുവാനായിട്ട് പ്രാപ്തിയില്ലെങ്കിൽ, കഴിവില്ലെങ്കിൽ, അതിനുള്ള സമ്പത്തില്ലെങ്കിൽ ഒരു പ്രാവിനെ കൂടെ കൊടുത്താൽ മതി. അതായത് ഹോമയാഗത്തിന് ഒരു വയസ്സുള്ള ഒരു ആട്ടിൻ കുഞ്ഞിനെയാണ് ആൺകുഞ്ഞു ജനിച്ച അമ്മ കൊണ്ടുപോയി കൊടുക്കേണ്ടത്. എന്നാൽ അതിനവർക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ പാപയാഗത്തിന് ഒരു പ്രാവ്, അതുപോലെ ഹോമയാഗത്തിനും ഒരു പ്രാവ് കൊടുത്താൽ മതി, ആടിൻ കുഞ്ഞ് വാങ്ങിക്കുവാൻ വകയില്ലെങ്കിൽ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ മറിയ യെരുശലേം ദൈവാലയത്തിൽ യേശു കുഞ്ഞിനെ സമർപ്പിക്കുവാനായിട്ട് വന്നു നിൽക്കുകയാണ്. അവളുടെ കയ്യിൽ പ്രാവിൻ കുഞ്ഞ്. മനസ്സിലാക്കുക, യേശു കർത്താവ് ജനിച്ചു വീണ വീടിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു വയസ്സ് പ്രായമുള്ള ഒരാട്ടിൻ കുഞ്ഞിനെ യാഗമായിട്ട് സമർപ്പിക്കുവാൻ, യെരുശലേം ദൈവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുവാനുള്ള പ്രാപ്തി ആ കുടുംബത്തിന് ഇല്ലായിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനത്തെ ഒരു ഭവനത്തിലേക്കാണ് പിതാവിൻ്റെ മടിയിൽ നിന്ന് മനുഷ്യ ജന്മമെടുത്ത് യേശു കർത്താവ് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാനായിട്ട് കടന്നു വന്നത്. മറിയ ഈ യേശു കുഞ്ഞുമായിട്ട് ഒപ്പം ഈ യാഗത്തിനുള്ള 2 പ്രാവുമായിട്ട് യെരുശലേം ദേവാലയത്തിൽ നിൽക്കുകയാണ്. മറിയയ്ക്ക് കുറേ വാഗ്ദത്തങ്ങളുണ്ട്, കുറേ ദൂതുകളുണ്ട്. എന്നാൽ മറിയയ്ക്ക് അറിയില്ല നാളെ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് മറിയയ്ക്ക് അറിയത്തില്ല. അവള് യെരുശലേം ദേവാലയത്തിൽ ആ കുഞ്ഞുമായിട്ട് നിൽക്കുന്നു. എന്നാൽ പിന്നത്തെ കാര്യം നമുക്കറിയാം, ഒരു ആടിൻ കുഞ്ഞിനെ തൻ്റെ സമർപ്പണ സമയത്ത് സമർപ്പിക്കുവാനായിട്ടില്ലാതിരുന്ന യേശു കർത്താവ് പിന്നത്തേതിൽ ഈ ലോകത്തിലെ മുഴുവൻ ആടുകളുടെ ശ്രേഷ്ഠ ഇടയനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നെ കാണുന്നത്. തൻ്റെ ആദ്യത്തെ ദൈവാലയ പ്രവേശനത്തിൽ ഡെഡിക്കേഷൻ്റെ സമയത്ത് ഒരു വയസ്സുള്ള ഊനമില്ലാത്ത ഒരു ആട്ടിൻ കുഞ്ഞിനെ വാങ്ങുവാൻ യേശു കർത്താവിന് പ്രാപ്തിയില്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, പിന്നീട് ലോകരക്ഷകനായി മാറിയ യേശു കർത്താവ് നമ്മുടെ എല്ലാം ഇടയനായി തീർന്നു, ശ്രേഷ്ഠ ഇടയനായി തീർന്നു.